ഉണ്ടാകട്ടെ. പഴയ നിയമ ചരിത്രത്തിലെ പുരോഹിതന്മാരിൽ ഹാബേലിനെയും നോഹിനെയും നാം മനസ്സിലാക്കി. വീണ്ടും മൂന്നാമതായ അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിനെ ദൈവം പ്രത്യേകമായിട്ട് വിളിക്കുന്നത് നാം മനസ്സിലാക്കും. അബ്രഹാമിനെ ദൈവം തനിക്ക് വേണ്ടി വിളിക്കുകയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നീ എന്റേത് മാത്രമാണ്, ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോകണം എന്നുള്ള ദൈവത്തിന്റെ ആജ്ഞ ഒരു വാക്കുകൊണ്ട് ചോദ്യം പോലും ചെയ്യാതെ അബ്രഹാം വിശ്വസിക്കുകയാണ്. സ്ഥലമോ മറ്റൊന്നും ചോദിക്കാതെ പ്രതിഭവനം വിട്ട് ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അബ്രഹാം അവന്റെ സംഭവബഹുലമായ ഈ ലോകത്തിലെ ജീവിതത്തിൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായത്തിന്റെ 3-4 വചനങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം നേഗേവിൽ നിന്ന് ബേഥേൽ വരെയും ബേഥേലിൽ നിന്ന് ആഹിക്കുമിടയ്ക്ക് കൂടാരമടിച്ചു. 4 ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രഹാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ബലിയർപ്പണം ആരംഭിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, അബ്രഹാം ദൈവത്തിന് ബലിപീഠം പണിത് അവിടെ ബലിയർപ്പണം ആരംഭിക്കുകയാണ്. നമുക്ക് അബ്രഹാമിന്റെ ചരിത്രം ഒരുപാട് അറിയാം. അതുകൊണ്ട് അബ്രഹാം പണിത ബലിപീഠങ്ങൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 22 തന്റെ മകനെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം കാണിച്ച മോറിയായിൽ അവൻ കാണിച്ച സ്ഥലത്ത് ബലിപീഠം പണിത് ബലിയർപ്പിക്കുന്നുണ്ട്, സ്വന്തം മകനെ തന്നെ. അപ്പോൾ അബ്രഹാമിന്റെ ബലി സ്വീകരിച്ചൊരു ദൈവം പഴയ നിയമ ചരിത്രത്തിലെ 3-ാമത്തെ പുരോഹിതനായി നാം അബ്രഹാമിനെ കാണുകയാണ്. 4-ാമത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നത് അബ്രഹാം യുദ്ധം ചെയ്ത് ശത്രു രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി ശ്രീലാളിതനായി മടങ്ങി വരുമ്പോൾ അബ്രഹാമിനെ എതിരേൽക്കുന്നത് സോദോം രാജാവ് ആകുന്ന മൽക്കിസദേക്കാണ്. സോദോം രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു. ശാലേം രാജാവായ മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേൽക്കുകയാണ്. വാത്സല്യമുള്ളവരെ, മൽക്കിസദേക്ക് വേദപുസ്തക ചരിത്രത്തിൽ പൗരോഹിത്യ ഗണത്തിൽ ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തി, ആദ്യമായി ദൈവത്തിന് ഒരു പുരോഹിതൻ എന്ന പദം, നാമം വേദപുസ്തകത്തിൽ ആദ്യമായി കാണുന്നത് മൽക്കിസദേക്കിന്റെ വരവിൽ അവനെ കുറിച്ച് മാത്രമാണ്. അങ്ങനെ മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേറ്റ് അവൻ അർപ്പിക്കുന്നതായ ബലി അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അത്യുന്നതനായ ദൈവത്തിന് അവൻ ബലിയർപ്പിച്ചു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ ആയിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തിൽ സുനിഗ്ധമായി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കുക, ഒന്ന്, മൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ ആയിരുന്നു.
2, അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് ആദ്യമായി ബലിയർപ്പിക്കുന്നത് മൽക്കീസദേക്കാണ്. അതുപോലെ തന്നെ ഒരേ സമയം തന്നെ നാം ആ ഭാഗം വളരെ സൂക്ഷ്മതയോടെ നോക്കി വായിക്കുമ്പോൾ ഒരേ സമയം തന്നെ ഈ മൽക്കീസദേക്ക് എന്ന് പറയുന്ന ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പ്രതിനിധിയായി ഈ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിന്റെ പ്രതിപുരുഷനായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥത നടന്നു. ഒരേ സമയം തന്നെ ഈ മൽക്കീസദേക്ക് എന്ന പുരോഹിതൻ 2 തലങ്ങളെ വെളിപ്പെടുത്തുകയും, ഒന്ന്, അവൻ ദൈവത്തിന്റെ സ്ഥാനാപതിയായി നിന്നുകൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. 2, അബ്രഹാമിന്റെ സ്ഥാനാപതിയായി നിന്നുകൊണ്ട്, അബ്രഹാമിന് വേണ്ടി നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് അബ്രഹാമിന് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥത നടന്നു മൽക്കീസദേക്ക് എന്ന പുരോഹിതൻ. എത്ര മനോഹരമാണ് ആ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ്. ഈ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കീസദേക്ക് ഒരേ സമയം തന്നെ 2 സ്ഥാനാപതിയായി നിൽക്കുകയാണ്. ഒന്ന്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ സ്ഥാനാപതിയാകുന്നു. 2, അബ്രഹാമിനും ദൈവത്തിനും ഇടയിൽ അവൻ മധ്യസ്ഥനായി നിന്നുകൊണ്ട്, സ്ഥാനാപതിയായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുന്നു. അങ്ങനെ മൽക്കീസദേക്ക് എന്ന ഈ ദൈവത്തിന്റെ പുരോഹിതൻ വീണ്ടും നാം ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ ശുദ്ധമുള്ള 110-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വെളിപ്പെടുത്തലിൽ വ്യക്തമായി മൽക്കീസദേക്കിനെ ഓർമ്മപ്പെടുത്തുന്നു. മൽക്കീസദേക്ക്, കർത്താവ് ശപഥം ചെയ്തു, മൽക്കീസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാകുകയില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ അതിമനോഹരമായ വെളിപ്പെടുത്തലാണ് നാം അവിടെ കാണുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തി സംസാരിക്കുകയാണ്. യേശുക്രിസ്തു ആരുടെ ക്രമത്തിലാണ് ലോകത്തിലേക്ക് എഴുന്നള്ളിയതെന്ന്, മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ അവൻ ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നു. അഥവാ അവനെക്കുറിച്ച്, അവൻ നിത്യപുരോഹിതനായിരുന്നു, അവൻ ശാലേം രാജാവായിരുന്നു. എബ്രായ ലേഖന കർത്താവ്, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നാം അവിടെ കാണുന്നു, അഥവാ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ ഒരു വിവരണമാണ് എബ്രായ ലേഖന കർത്താവ് ഈ 7-ാം അധ്യായത്തിൽ കൊടുക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: രാജാക്കന്മാരെ വധിച്ചതിന് ശേഷം മടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സാലേമിലെ രാജാവ് അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസദേക്ക് അവനെ അനുഗ്രഹിച്ചു. സകലത്തിന്റെ ദശാംശം അബ്രഹാം അവന് നൽകി. അവന്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സാലേമിന്റെ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. മൽക്കീസദേക്കിനെ കുറിച്ചുള്ളതായ വിവരണമാണ്. 3-ാം വചനം പറയുന്നു, അവന് പിതാവോ മാതാവോ വംശ പരമ്പരയോ ഇല്ല. അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ദൈവത്തിന് സദൃശ്യനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. യേശുക്രിസ്തുവിന് സദൃശ്യനായ മൽക്കീസദേക്ക് എന്നേക്കും പുരോഹിതനാണ്. പഴയ നിയമ ചരിത്രത്തിൽ നാം കണ്ട 4-ാമത്തെ പുരോഹിതൻ മൽക്കീസദേക്ക്, അവനെക്കുറിച്ചുള്ള വ്യക്തതയോടെയുള്ള വെളിപ്പെടുത്തൽ
ആരംഭമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, മാതാപിതാവും ഇല്ലാത്തവൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവൻ ദൈവപുത്രനായ മശിഹായിക്ക് സദൃശ്യനായി എന്നേക്കും പുരോഹിതനായ മൽക്കീസദേക്ക്. ഈ മൽക്കീസദേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി, ആദ്യമായി അപ്പവും വീഞ്ഞും എടുത്ത് പ്രിയപ്പെട്ടവരെ അവൻ ദൈവത്തിന് ബലിയർപ്പിച്ചുകൊണ്ട് ലോകത്തിന് ബലിയായി തീർന്ന ദൈവപുത്രന്റെ ബലിയുടെ ദൃഷ്ടാന്തത്തെ കാണിച്ചവൻ. അതാണവൻ ദൈവപുത്ര സദൃശ്യനാണെന്നുള്ളതായ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിനെ അല്പവും കൂടെ ഉറപ്പിച്ചുകൊണ്ട് മനുഷ്യാവതാരം ചെയ്ത കർത്താവ് വിശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 56 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യഹൂദന്മാരോട് തന്നെ കുറിച്ച് തന്നെ യേശു വെളിപ്പെടുത്തുമ്പോൾ യഹൂദന്മാർ തങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്നുള്ളതായ വാദം കർത്താവിന്റെ മുൻപാകെ വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുന്ന ഒരു മറുപടിയുണ്ട്. 56-ാമത്തെ വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 56-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുകയാണ്: എന്റെ ദിവസം കാണും എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു, അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. യഹൂദന്മാരോട് കർത്താവ് പറയുകയാണ്, എന്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു, അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അബ്രഹാം മൽക്കീസദേക്കിനെ കണ്ടപ്പോൾ തന്നെയാണ് കണ്ടത് എന്നുള്ളതായ വ്യാഖ്യാനം കർത്താവ് യഹൂദന്മാർക്ക്, അന്നത്തെ യഹൂദന്മാർക്ക് നൽകുന്നത് ഈ വേദഭാഗത്തുകൂടെ വെളിപ്പെടുത്തുമ്പോൾ അവൻ മശിഹായിക്ക് സദൃശ്യനാണെന്ന പൗലോസ് അപ്പോസ്തലന്റെ വെളിപ്പെടുത്തൽ ഈശോയുടെ ഈ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് വളരെ ആഴമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയത് 4-ാമത്തെ പഴയ നിയമചരിത്രത്തിലെ പുരോഹിതന്മാരിൽ മൽക്കീസദേക്കിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക ആയിരുന്നു. വീണ്ടും പഴയ നിയമത്തിൽ നമുക്ക് കാണുന്ന 5-ാമത്തെ പുരോഹിതൻ ഇസഹാക്കാണ്. ഇസഹാക്ക് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഏറ്റവും നീതീകരിക്കപ്പെട്ടവനായിരുന്നു. അബ്രഹാമിന് ദൈവം അനുഗ്രഹിച്ചു ദാനമായി നൽകിയ വാഗ്ദത്ത സന്തതി ഇസഹാക്ക്. ബാല്യം മുതലുള്ളതായ അവന്റെ സമർപ്പണവും ജീവിതവും അവനെപ്പോഴും ദൈവത്തോടു കൂടെ അപ്പനായ അബ്രഹാം കാണിച്ചു കൊടുത്ത വഴിയിൽ നിന്ന് മാറാതെ അവനവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവന് ദൈവത്തിന് ഏറ്റവും പ്രസാദം ഉള്ളവനായി തീരാനുള്ള കാരണം അവൻ ദിവസവും വൈകുന്നേരം വയലിലൂടെ നടക്കുകയും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ തന്റെ ആരാധന സമർപ്പിക്കുകയും ചെയ്യും. ഇസഹാക്ക് നിരന്തരം ദൈവത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധന സമർപ്പിക്കുന്നവൻ ആയിരുന്നു. ഒരു പുരോഹിതൻ എന്ന നിലയിൽ അവന്റെ ശുശ്രൂഷ കർത്താവിന് സമർപ്പിച്ചുവെന്നും 26-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും ആ കൊല്ലം തന്നെ 100 വേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനായി തീരുകയും ചെയ്തു. അതേ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ അവിടെ കൂടാരമടിച്ചു. ഇസഹാക്കിന്റെ ഭൃത്യന്മാർ അവിടെ ഒരു കിണർ ഒഴിച്ചു. 25-ാം വാക്യത്തിൽ 26-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇസഹാക്ക് ഒരു ബലിപീഠം പണിത്
ദൈവത്തിന് ബലിയർപ്പിച്ചുകൊണ്ട് പൈതൃകമായി തനിക്ക് ലഭിച്ച പൗരോഹിത്യ ശുശ്രൂഷ നിവർത്തിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ആറാമത് മറ്റൊന്ന് ഇനിയുണ്ട്, അതിന്റെ വീണ്ടും വാക്യങ്ങൾ വെക്കുവാനുള്ള ഇതിലേക്ക് പോകുന്നില്ല. ആറാമത് നാം കാണുന്നത് പിതാക്കന്മാരിൽ മൂന്നാമനായ യാക്കോബാണ്. യാക്കോബ് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു തന്ത്രശാലിയും ഉപായിയും ഒക്കെ ആയിരുന്ന യാക്കോബ് അപ്പന്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് കവർച്ചയിലൂടെ അല്ലെങ്കിൽ അല്പ വഴിവിട്ട് ദൈവാനുഗ്രഹങ്ങളൊക്കെ, അപ്പന്റെ അനുഗ്രഹവും ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠാവകാശമൊക്കെ കവർന്നെടുത്ത് ബർശേബ മരുഭൂമിയിലൂടെ ഓടി. കാരണം അവന്റെ സഹോദരൻ ഏശാവ് അവനെ വധിക്കുവാൻ വാളൂരി നിൽക്കുമ്പോൾ അവിടെ നിന്ന് അവന്റെ മാതൃഭവനത്തിലേക്ക് പോകുവാൻ തക്കവണ്ണമുള്ള യാത്ര. ബർശേബ മരുഭൂമിയിലെത്തി. എല്ലാം ഉണ്ടായിരുന്നവൻ ഇതാ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ബർശേബ മരുഭൂമിയിൽ ഒരു രാത്രി ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ, ഇപ്പൊ ദിവസം 28-ാം അധ്യായത്തിന്റെ 15 മുതൽ നാം വായിക്കുമ്പോൾ സ്വർഗം അവന്റെ അടുക്കൽ വെളിപ്പെടുകയാണ്. ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. അവന് പിതാക്കന്മാരുടെ ദൈവം അവന് വെളിപ്പെട്ട് അവന് ദർശനത്തിലൂടെ അവനെ അനുഗ്രഹിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ദൈവം ബർശേബ മരുഭൂമിയിൽ ഇറങ്ങിച്ചെന്നവനോട് സമ്പാദിക്കുന്നു. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഉറക്കമുണർന്ന യാക്കോബ് ഇങ്ങനെ പറയുന്നു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, ഞാനത് അറിഞ്ഞില്ല. ഈ സ്ഥലം എത്ര ഭയങ്കരമാണ്! ഈ ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ കവാടമാണ്. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് താൻ തലയണയായി വെച്ചതായ കല്ല് നിവർത്തി അതൊരു തൂണായി നിർത്തി അതിന്റെ മേൽ എണ്ണയൊഴിച്ചു. ആ സ്ഥലത്തിന് അവൻ ബാഥേൽ എന്ന് പേരിട്ടു. മുൻപതിന്റെ പേര് ലൂസ് എന്നായിരുന്നു. അവിടെ എണ്ണയൊഴിച്ച് അവൻ നിർത്തിയ ആ കല്ലിന്റെ മേൽ തൊട്ടുകൊണ്ട് അവനൊരു ശപഥം ചെയ്ത് തന്റെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. അതിന് 22-ാമത്തെ വാക്യം ഇവിടെ വായിക്കട്ടെ. തൂണായി കുത്തി നിർത്തിയിരുന്ന ആ കല്ല് ദൈവത്തിന്റെ ഭവനമായിരിക്കും. അവിടെ അവിടുന്ന് എനിക്ക് തരുന്നതിന്റെ എല്ലാം 10-1 ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കും. ദശാംശമൊക്കെ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവം പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ട് ഇതാ അവൻ അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്ത് അതിന് 33-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന് അമ്മ വീട്ടിൽ ചെന്നു. അമ്മ വീട്ടിൽ നിന്ന് അവൻ തിരിച്ച് ഇതിനിടയിൽ ഒത്തിരി സംഭവങ്ങൾ അതിലേക്ക് പോകുന്നില്ല. 35-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 35-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ ദൈവം യാക്കോബിനോട് പറഞ്ഞു, ബേഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൽ നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക. ഞാൻ ആ ഭാഗം ചുരുക്കുകയാണ്. അങ്ങനെ യാക്കോബ് അവന്റെ മാതൃഭവനത്തിൽ നിന്ന് മടങ്ങി തിരിച്ച് ദൈവം പ്രത്യക്ഷപ്പെട്ട ബേഥേലിൽ മടങ്ങി വന്നു. അവൻ തൂണായി നിർത്തിയ ആ സ്ഥലത്ത് അവനൊരു ബലിപീഠം പണിതു. വാത്സല്യമുള്ളവരെ, അവൻ അവിടെ ബലി ആരംഭിക്കുകയാണ്. അങ്ങനെ യാക്കോബ് പഴയ നിയമ ചരിത്രത്തിലെ നാം പഠിച്ചു വരുന്ന 6-ാമത്തെ പുരോഹിതനായി നാം കാണുന്ന യാക്കോബ്, ഇതിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 35-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബ് കൂടെ ഉണ്ടായിരുന്നവരെ കനാൻ ദേശത്ത് ബേഥേൽ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് ഏൽ ബേഥേൽ എന്ന് പേരിടുകയും ചെയ്തു. കാരണം സ്വന്തം സഹോദരൻ ഓടി വിളിച്ചപ്പോൾ അവിടെ വെച്ചാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് അവൻ അവിടെ ബലിയർപ്പിച്ച് ആരാധന ആരംഭിക്കുകയാണ്. അങ്ങനെ പഴയ നിയമ ചരിത്രത്തിൽ ദൈവത്തിന്
ബലിയർപ്പിച്ച പുരോഹിതന്മാർ, തുടർന്നിങ്ങോട്ട് ബലിയർപ്പിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരുടെ ഗണം പഴയ നിയമചരിത്രത്തിലെ പൗരോഹിത്യ വൃന്ദത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർച്ചയായി അത് ഞാൻ 6 പേരിൽ നിർത്തുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പഴയ നിയമ പൗരോഹിത്യവും ആ പുരോഹിതന്മാർ അർപ്പിച്ച ദൈവാരാധനയും അതിൽ പ്രസാദിച്ച ദൈവത്തിന്റെ കരുണയും ഒന്ന് ധ്യാനിക്കുക. വീണ്ടും മഹാപുരോഹിതന്മാരായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരുപാട് പേരെ നാം പഴയ നിയമ ചരിത്രത്തിൽ കാണുന്നു. നമുക്കറിയാം, അതിൽ പ്രഥമൻ മോശയാണ്. പഴയ നിയമ പൗരോഹിത്യത്തിന്റെ ആമുഖ ചിന്തയിൽ പുരോഹിതന്മാരെ കുറിച്ചുള്ളതായ പഠനം തുടരുന്നു. ഈ ഒരു ദിവസത്തെ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പുരോഹിതനായ കർത്താവേ, പൗരോഹിത്യത്തെ കുറിച്ച് ആഴമായി പഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അതിനെ ആഴത്തിൽ ഗ്രഹിച്ച് യഥാർത്ഥമായ സത്യവിശ്വാസത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.